നമസ്കാരം. ഓണമായതുകൊണ്ട് തന്നെ വേറൊരു പായസ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരി ദർശന ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ബ്രെഡ് പായസം. പലരും കേട്ടിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. എന്നാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസമാണ്. എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലോട്ട് നമുക്ക് പോകാം. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. ബ്രെഡ് പായസത്തിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ്, ക്രിസ്മസും കാഷ്യൂനട്ടും വറുത്ത് കോരി വെച്ചിരിക്കുന്നത്, ഏലക്കപ്പൊടി, പഞ്ചസാര, 1 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളം, നെയ്യ്. ആദ്യമായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കുമ്പോൾ നമ്മുടെ പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് മുഴുവൻ പഞ്ചസാര ഇടേണ്ട, പകുതി പഞ്ചസാരയും 1/4 ഭാഗവും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ബ്രൗൺ കളറായി ഇതുപോലെ വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറു ചൂട് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറായി നല്ല പത വരാൻ തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ അലിഞ്ഞ് ചേരണം. അതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേരും. നമ്മുടെ ഈ പഞ്ചസാര പാനിയിലോട്ട് നമ്മുടെ ബ്രെഡെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരും. നന്നായിട്ട് അലിഞ്ഞ് ചേരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 1 ഗ്ലാസ് പാല് കൂടുതലല്ല, കാരണം നമുക്ക് നന്നായിട്ട് അത് കുറുകി വരും. ഈ ടൈമിൽ നമുക്ക് മധുരം ഒന്ന് നോക്കാം. മധുരം കുറവാണെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ക്രിസ്മസും കാഷ്യൂനട്ടും ഏലക്ക പൊടിച്ചതും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി അറ്റ് ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബ്രെഡ് പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. അതിനുശേഷം നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ എൻ്റെ മുകളിലോട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണിത്. ഈ ഓണക്കാലത്ത് ഈ പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.